നീ എന്താ മുത്തേ ഇനി വീട്ടിൽ പോയില്ലേ? അത് അത് എനിക്ക് പോവാൻ പേടിയാവാ പാർക്കുട്ടി. ഹായ് പാർക്കുഞ്ഞമ്മേ, എനിക്ക് ചോക്ലേറ്റ് കൊടുന്നോ? പാർക്കുഞ്ഞമ്മേ, എനിക്ക് ചോക്ലേറ്റ് കൊടുന്നോ? കല്ലു ബാഗിലുണ്ട്, വീട്ടിലെത്തിയിട്ട് തരാം. ശിവച്ചി ശിവച്ചി, മുത്തിനെ പേടിയാണത്ര അവളെ വീട്ടിൽ പോവാന്. വീട്ടിൽ പോവാതിരുന്ന എങ്ങനെ മുത്തേ? നിന്റെ അച്ഛനൊക്കെ വിഷമാവൂലേ? മുത്തേ നമുക്കുണ്ടല്ലോ, നമുക്ക് ആ മണിമോളെയും പിന്നെ അവളെ അമ്മനെയില്ലേ നമുക്ക് ഇരുട്ടത്ത് ചോറ് കൊടുത്തിട്ട് വെളിച്ചത്ത് കടത്തി ഓർക്കണം. മനസ്സ് മൊത്തം ഇരുട്ട് കയറി നിൽക്കണേ അവരെ. എത്ര വെളിച്ചത്ത് കടത്തി ഓർക്കിട്ട് എന്താ കാര്യം? എടി മുത്തേ, എത്ര നേരമായി എടി സ്കൂളിൽ പോയിട്ടിട്ട്? ഞാൻ വീട്ടിൽ പോയി മേല് കഴുകി ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് നീ വീട്ടിലെത്തിയില്ലല്ലോ. നിനക്കൊന്ന് കേൾക്കാം എന്റെ മമ്മിയുടെ കയ്യിൽ നിന്ന്. മണിമോളെ മണിമോളെ, എന്നെ ഒന്ന് രക്ഷിക്കും മണിമോളെ. എന്തിനാ ഞാൻ നിന്നെ രക്ഷിക്കണത്? നിന്റെ കയ്യിലിരിപ്പ് അങ്ങനെയല്ലേ? അതല്ല മണിമോളെ, എന്നെ ഒന്ന് രക്ഷിക്ക്. ഇനി ഞാൻ പരീക്ഷ എഴുതുമ്പോഴേ മണിമോക്ക് കാണിച്ചു തരാം. വേണ്ട, ഇനി നീ കാണിച്ചു തരണ്ട. അതിന് മണിമോളെ, ടീച്ചർ നമ്മുടെ അടുത്ത് ഉണ്ടായതുകൊണ്ടല്ലേ എനിക്കത് കാണിച്ചു തരാൻ പറ്റാതിരുന്നത്. നീ എന്നോടൊന്നും സംസാരിക്കണ്ട. നിന്നോട് വേഗം വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു മമ്മി. അവിടെ കുറെ ജോലിയുണ്ട്. മമ്മിക്ക് നല്ല ദേഷ്യം കയറി നിൽക്കുക. പെട്ടെന്ന് വന്നോ, അല്ലെങ്കിൽ ഇരട്ടി കിട്ടും നിനക്ക്. പാർക്കുട്ടി, ഞാൻ പോട്ടെ. പോയിക്കോ മുത്തേ, ഞങ്ങളും കൂടി വരാ. എന്തിനാ അവിടെ നിങ്ങൾക്ക് ചായയോ പഴംപൊരിയോ ഒന്നുമില്ല? വരികയാണത്രേ. എന്തിനാ നിങ്ങൾ കൂടി അവിടെ ജോലി ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ? മുത്തേ, നീ വരുന്നുണ്ടെങ്കിൽ വേഗം വന്നോ. മണിമോളെ, മുത്തേ നിന്നോട് പറഞ്ഞത് വേഗം വന്നോ. ഇത് വന്നോ, ഒന്ന് നിൽക്ക് മണിമോളെ. പാർക്കുഞ്ഞമ്മേ, നമുക്ക് അങ്ങനെ ചെയ്താലോ? എങ്ങനെ ചെയ്യണമെന്ന് പറയണേ? കല്ലു, നീ എന്താ പറയണേ? പറ കല്ലു. പാർക്കുഞ്ഞമ്മേ, നമുക്ക് ഓൽക്ക് ചോറ് ഇട്ടത്ത് കൊടുത്തിട്ട് വെളിച്ചത്ത് കടത്തി ഉറക്കി പോരെ. ഞാൻ ചോറ് തിന്നാതിരിക്കുമ്പോ എന്നോട് നീലമ്മ അങ്ങനെ പറയുന്നുണ്ടല്ലോ. എനിക്കല്ലേ ഓലെ ഇട്ടത്തും വെളിച്ചത്തൊന്നും കടത്തി ഇറക്കിയിട്ട് ഒരു കാര്യമല്ല. ഓലൊന്നും നേരാവൂലാന്ന്. അതെന്താ ഓല് നേരാവത്തേ? അവിടെ നിന്നിട്ടേ അതൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞു നിന്നോട് മമ്മി. മമ്മി, ഇതാ അവള് വന്നിരിക്കുന്നു. ഈ മമ്മി അവിടെ എന്താക്കാ? ഇത്ര നേരം ഏതിനെ തെണ്ടിത്തിന് നടത്തിയിരുന്നോടി? അങ്ങനെ ചോദിക്ക് മമ്മി, ചോദിക്ക്. അത് പിന്നെ ഞാൻ അവിടെ പാർക്കുട്ടി. ഏത് പാർക്കുട്ടിയടി? നിനക്കെന്താ അവിടെ ജോലി? സ്കൂളിൽ വിട്ടാ നേരെ വീട്ടിൽ വരണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് അവിടെ നിൽപ്പ് കണ്ടോ, ഒന്നും അറിയാത്ത എല്ലാ കുഞ്ഞിന്റെ പോലെ. മമ്മി, മറ്റേ കാര്യം ചോദിക്ക് മമ്മി, ചോദിക്ക്. എന്തിനു മണിമോളെ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കണേ? കുറ്റമില്ലല്ലോ, ഉള്ളതല്ലേ പറയുന്നേ. ചോദിക്ക് മമ്മി, ചോദിക്ക്. അവളോട് ചോദിക്ക്, എന്നിട്ട് വടിയെടുത്ത് അവൾക്ക് അടി കൊടുക്കും മമ്മി. നിനക്കെന്താടി സ്കൂൾ പോയാ എന്റെ മകളോട് ദേഷ്യം? അങ്ങനത്തെ ചോദിക്കും മമ്മി. നിനക്ക് നാവെങ്ങിപ്പോയോ? നിന്നോടാണ് ചോദിച്ചത്. എനിക്ക് ദേഷ്യമൊന്നുമല്ല ചെറിയമ്മേ. പിന്നെ നീ സ്കൂളിൽ നിന്നും ഇവൾക്ക് എന്താണ് നിനക്ക് പരീക്ഷ എഴുതി കൊടുത്താല്? എന്നിട്ട് നിന്റെ പേപ്പർ ഇവളെ നോക്കി കൊടു നിനക്ക്. അത് ചെറിയമ്മേ, ക്ലാസ്സിൽ ടീച്ചർ നോക്കി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് അടി കിട്ടൂലേ? പിന്നെ മാത്രല്ല, ഞാനങ്ങനെ ചെയ്താല് മണിമോക്ക് വല്ലതും പഠിയോ? അവൾ എപ്പോഴും പഠിക്കാതെ തന്നെ ആവൂലേ? നീ ആരടി എന്റെ മകളുടെ കുറ്റം കുറവ് നോക്കാനായിട്ട്? ചെറിയമ്മേ, ഞാൻ കുറ്റം നോക്കിയതല്ല. അത് അവൾക്ക് തന്നെ ദോഷം ചെയ്യൂലേ, അതുകൊണ്ടാ. ഓ, അവൾക്ക് എന്തൊരു സ്നേഹാണ് മണിമോളോട് അല്ലേ? അല്ലാതെ നിനക്ക് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടൊന്നല്ല അല്ലേ? എന്റെ മകളെ തോൽപ്പിക്കാനല്ലേ? അല്ല ചെറിയമ്മേ, സത്യമായിട്ട് അതല്ല ചെറിയമ്മേ. അത് തന്നെയാണ് മമ്മി അവളുടെ ഉദ്ദേശം. എന്നല്ലേ അച്ഛനും മുത്തശ്ശനും ഒക്കെ അവളുടെ ഭാഗമാകുള്ളൂ. അവളിപ്പോ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ടും അവളിരുന്ന് പഠിച്ചു, ഞാനൊരു ജോലി ചെയ്യണില്ല എന്നൊക്കെയല്ലേ അവര് പറയണത്. എന്നാലേ അവർക്ക് ഇനിയും തലയിൽ കയറ്റി വെക്ക ഇവളെ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല മണിമോളെ. ഞാൻ എന്റെ നന്മക്കായിട്ട് അങ്ങനെയൊക്കെ ചെയ്തത്. എന്ത് നന്മയാടി? നീ എന്ത് നന്മയാ ഉദ്ദേശിച്ചത്? നിനക്ക് ജയിക്കണം, എന്റെ മകൾ തോൽക്കണം, അതല്ലേ നിന്റെ ഉദ്ദേശം? സത്യമായിട്ടും അതല്ല ചെറിയമേ. അത് തന്നെയാ മമ്മി ഇവിടെ ഉദ്ദേശം. ഇവൾക്ക് എവിടെ എന്നെ തോൽപ്പിക്കാൻ പറ്റണില്ല. അപ്പൊ അവൾക്ക് സ്കൂളിൽ പോയിട്ട് എങ്ങനെ തോൽപ്പിക്കണം, അതാണ് ഇവിടെ ഉദ്ദേശം. ഇവിടെ അവിടെ പോയാൽ പാർക്കുട്ടിയുടെ കൂടെയാ മമ്മി. മമ്മി, ഇവരെല്ലാവരും സെറ്റാ. എന്നിട്ട് എന്നെ ഒറ്റപ്പെടുത്തും. ഇവിടെ എപ്പോഴും അവരുടെ കൂടെയാ മമ്മി. ആണോടി? ആണോ? ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ മണിമോളുടെ കാര്യം നോക്കി നടന്നോളണമെന്ന്. അവളുടെ കൂടെ ഒരു ജോലിക്കാരിയായിട്ട് എപ്പോഴും നീ ഉണ്ടാവണം, മനസ്സിലായോടി? ഞാൻ ഉണ്ടാവും ചെറിയ എപ്പോഴും. മമ്മി ചോദിക്കും മമ്മി അവളോട്, ഇന്ന് എന്റെ ബാഗ് ആരെ പിടിച്ചേന്ന്? മമ്മി അങ്ങനെ നിൽക്കാതൊരു വടി എടുത്തു വാ മമ്മി. പറയും പോലെ ഇന്ന് എന്റെ മണിമോളുടെ ബാഗ് ആരാണ് പിടിച്ചത്? പറയടി. അത് പിന്നെ ചെറിയമ്മേ, കണ്ടു മമ്മി, കള്ളം പറയാൻ വരുന്നുണ്ട്
ഭൂമിയുടെ അടിയിലേക്ക് പോയോ? ഇവിടെ നീയും എവിടെ നിന്ന് ഏത് സ്കൂളിലേക്കല്ലേ പോകുന്നത്? പിന്നെ നിനക്കെന്താ ഇവളുടെ കൂടെ തന്നെ നടന്നാല്? നീ എന്തിനാ വേറെയുള്ള പിള്ളേരുടെ കൂടെ നടക്കുന്നത്? അപ്പൊ അവൾക്ക് ആ പാരക്കുട്ടിയുടെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ മമ്മി. ഇവൾക്ക് അവരുടെ കൂടെ നടക്കല്ലേ പണി. അത് പിന്നെ ടീച്ചർ ഇരിക്കുന്നതാ എന്നാ അവളുടെ പാരക്കുട്ടിയുടെ അടുത്ത്, അല്ലാതെ ഞാൻ പോയി ഇരിക്കുന്നതല്ല. ഏത് ടീച്ചറാടി നിന്റെ പാരക്കുട്ടിയുടെ അടുത്ത് ഇട്ടത്? എന്റെ മോളുടെ അടുത്ത് ഇരുത്താതെ എന്റെ മോളുടെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും? മമ്മി അതെ, ആ കൊൽസ് ടീച്ചറാ, ആ മൊയ്തീന്റെ വല്യമ്മ. ഓ, ആ സ്ത്രീനെയൊക്കെ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് സമയം കഴിഞ്ഞിരിക്കണോ? ഞാൻ നാളെ വന്ന് ടീച്ചറെ ഒന്ന് കാണട്ടെ. അങ്ങനെ വന്ന് ചോദിക്ക് മമ്മി, ചോദിക്ക്. അവന്റെ ഒരു വല്യമ്മയും കാലുവേദനയും എന്നിട്ട് സ്കൂളിലേക്ക് അങ്ങോട്ട് വരും. വീട്ടിലിരുന്നാ പോരെ? ഇനിയിപ്പോ കൊച്ചമ്മനെ ഞാൻ എങ്ങനെയാണാവോ സ്വീകരിക്കേണ്ടത്? ചെറിയമ്മേ, ഞാന് ഈ ബാഗ് നടത്തുകൊണ്ട് വെച്ചോട്ടെ? വേണ്ട, ആ തുണികൾ മൊത്തം അലക്കിയിട്ട് കയ്യിലെ അഴുക്ക് മൊത്തം കളഞ്ഞിട്ട് ഇവിടെ പുറത്തു നിന്ന് കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറിയാ മതി. എന്റെ 3-4 വില കൂടിയ സാരി ഉണ്ട് അതില്. അതൊക്കെ നേരെ സൂക്ഷിച്ചു വേണം അലക്കാനായിട്ട്, മനസ്സിലായോ? മമ്മി, എന്റെ ഉടുപ്പ് നല്ല വില കൂടിയതല്ലേ, അത് നന്നായിട്ട് അലക്കാൻ പറ. ഇവിടെ ചിലപ്പോഴേ അലക്കുകല്ലിലായിട്ട് നല്ല തല്ലി കേടുവരുത്തും. കേട്ടല്ലോ, എന്റെ മോളുടെ ഡ്രസ്സ് നല്ല ഡ്രസ്സുകളാണ്, അതൊക്കെ നേരെ സൂക്ഷിച്ചു വേണം കഴുകാനായിട്ട്. ഞാൻ നോക്കിക്കോളെ ചെറിയമ്മേ. പിന്നെ നിന്റെ മുത്തശ്ശന്റെ തുണികൾ ഉണ്ടാവും അലക്കാനായിട്ട്, അത് നന്നായിട്ട് അടിച്ച് അലക്കിക്കോ, അല്ലെങ്കിൽ അതൊന്നും വൃത്തിയായിക്കോളുന്നില്ല. ആ വൃത്തിയില്ലാത്ത നിന്റെ മുത്തശ്ശന്റെ ഡ്രസ്സിൽ മൊത്തം അഴുക്കാ. മമ്മി, ഇതൊക്കെ മുത്തശ്ശനോട് പറഞ്ഞു കൊടുത്തിട്ടേ മുത്തശ്ശൻ അച്ഛൻ വന്ന് പറഞ്ഞു കൊടുക്കും. എന്നാ അവള് തന്നെ മതിയല്ലോ, അവളൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. മുതിരി അങ്ങോട്ട് നോക്ക്, മുത്തിനെ അകത്തേക്ക് തന്നെ കഴിച്ചിട്ടില്ല. ഇനി എന്താണ് നോക്കി നിൽക്കുന്നേ? ജോലി തുടങ്ങണേ. എന്താ നീ ഇനി നോക്കി നിൽക്കുന്നേ? ചെറിയമ്മേ, എനിക്ക് സ്കൂളിൽ പോവാൻ ഒരു ചെരുപ്പ് വാങ്ങി തരുമോ? എനിക്ക് ചെരുപ്പിടാതെ നടക്കുമ്പോഴേ കാല് വേദനിക്കാ. ഓ, നിനക്ക് അതിന്റെ കൂടെ ഒരു കുറവുള്ളൂ. അപ്പൊ ഞാൻ എന്നാ മണിമോളുടെ ചെരുപ്പ് തന്നത്, അത് നീ എന്താണ് ചെയ്തേ? അത് നീ കളഞ്ഞോ? ഓ മമ്മി, അത് കൊച്ചമ്മക്ക് ചോർക്ക് പറ്റി കാണില്ല, അവളത് വലിച്ചെറിയണം. ഞാൻ വലിച്ചെറിഞ്ഞിട്ടൊന്നുമില്ല മണിമോളെ, അത് അതിന്റെ വള്ളി പൊട്ടാനായിരുന്നു. അത് ഞാനേ ഒന്ന് നടന്നപ്പോ തന്നെ പൊട്ടി താഴെ പോയി. എന്നിട്ട് നീ ആ ചെരുപ്പ് എന്താ ചെയ്തേ? അത് ഞാൻ ഇവിടെ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ ചെരുപ്പേ ഒരു ചെരുപ്പ് കുത്തിയുടെ കൈ കൊടുത്തിട്ടേ തുന്നിച്ചാ മതി. ആ ചെരുപ്പ് ഇട്ടിട്ട് പോയാ മതി നീ. പുതിയ ചെരുപ്പ് വാങ്ങാൻ നിൽക്കണോ? ഇന്നൊക്കെ ചെരുപ്പിനൊക്കെ എന്താ വില? ഇതിനൊക്കെ എവിടെന്നാ കാശ്? ടീച്ചറും കുട്ടികളൊക്കെ ചോദിച്ചു എന്റെ ചെരുപ്പ് ഇടാത്തേന്ന്. അപ്പൊ ഞാൻ ചെരുപ്പ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞേ. എന്നാ നീ എന്റെ കുറ്റം കുറിച്ച് പറഞ്ഞു കൊടുക്കടി. നിന്റെ ചെറിയമ്മ ഭയങ്കര ദുഷ്ടത്തിയാണ്, നിനക്ക് ചെരുപ്പൊന്നും വാങ്ങി തരുന്നില്ലെന്ന്. ഞാൻ അങ്ങനെയൊന്നും പറയില്ല ചെറിയമ്മേ. മര്യാദക്ക് തന്നെ ന്യായം പറഞ്ഞ് നിൽക്കാതെ അതൊക്കെ വൃത്തിയാക്കി കഴുകിയിടാൻ നോക്ക്. പറഞ്ഞതൊക്കെ ഒന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ. എന്റെ മണിമുടിയുടെ ഡ്രസ്സ് നന്നായി സൂക്ഷിച്ചു വേണം അലക്കാനായിട്ട്. നിന്റെ മുത്തശ്ശനെ നന്നായി ഇറക്കിയേക്ക്. അതിന്റെ ചളിയൊക്കെ ഒന്ന് പോട്ടെ. വൃത്തിയില്ലാത്ത മനുഷ്യൻ, അയാൾ അടുത്തൂടെ വന്നാൽ തന്നെ എന്തൊരു നാറ്റാണ്. വാ മോളെ, നിന്റെ ദേഹത്തേക്ക് ചളി തെറിക്കും, ഇങ്ങോട്ട് പോരെ. ഇതാ വരുന്നു മമ്മി. മോളെ സൂക്ഷിച്ച്, കാലിൽ ചളിയൊന്നും ആവല്ലേ. മണിമോളെ, എന്റെ ബാഗ് ഒന്ന് അങ്ങോട്ട് വെക്കോ? നിന്റെ ബാഗ് ഞാൻ എടുക്കേ, ഇവിടെ പുറത്തെവിടെയും വെച്ചോ, അകത്തേക്ക് വരുമ്പോഴേ കൊണ്ടുവന്നാ മതി. അല്ല പിന്നെ അവളുടെ ബാഗ് ഞാൻ എടുക്കണത്രേ. മോളെ നീ വാ, അല്ലെങ്കിൽ നിന്റെ മുത്തശ്ശനെ അവളെ സഹായിക്കാൻ പറയും നിന്നോട്. അയാൾക്ക് ഭയങ്കര സങ്കടല്ലേ. ദാ വരുന്നു മമ്മി. മുത്തേ, പാർക്കുട്ടി, പാർക്കുട്ടി, മൈദീനെ, ഞാനേ ഇപ്പൊ ഇതൊക്കെ ജോലിക്ക് തെറ്റി കഴിക്കാൻ വരാ. മുത്തേ, നീ ബാഗ് പോലും അകത്തേക്ക് വെച്ചില്ലല്ലോ. അതൊന്നും സാരില്ല പാർക്കുട്ടി. മുത്തേ, ബാഗ് ഇങ്ങതാ, ഞാൻ പിടിച്ചോണ്ട്. ഇതൊക്കെ എനിക്ക് ശീലമായതാ പാർക്കുട്ടി. ഈ ബാഗ് എനിക്ക് വെക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. എവിടെ വെക്കണേ? കണ്ടോ എന്റെ ബാഗ് വെക്കുന്ന സ്ഥലം? മുത്തേ, നിനക്ക് ഞാനേ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, വേഗം കൈ കഴുകിക്കോ. എന്താ പാർക്കുട്ടി? എടാ മൈദീനെ, അത് ബാഗ് അങ്ങോട്ട് എടുക്ക്. അത് നമ്മൾ മറന്നിട്ടേ. മനസ്സിലായി, മറന്നിട്ടേ അനക്ക് കുറച്ചു തിന്നാനല്ലേ. ഇതൊന്ന് പോയിക്ക പാർക്കുട്ടി, താമസ പറയാതെ. മുത്തേ, നീ പോയി കൈ കഴുകടി. മതി മതി, കൈകിയത് കൈയിട്ട് ചളിയൊക്കെ പോകുള്ളൂ. ചളി എന്ത് പോവല്, ഒരു ചെറിയമ്മങ്ങാനും വന്നാലേ ആകെ സീനാണ്, സീന്. മുത്തേ, ആ രാക്ഷസികള് വരുമ്പത്തിനെ വേഗം കഴിച്ചോ. വേഗം നല്ല വിശപ്പുണ്ട്. അതെ, മേബീന്റെ അമ്മ പ്രത്യേകം പറഞ്ഞതാ മുത്തിന് കൊണ്ടുപോയി കൊടുക്കാന്. നല്ല രുചിയുണ്ട്. വേഗം തന്നോ,
അല്ലെങ്കിൽ ഇപ്പൊ വരും അന്റെ ചെറിയമ്മ. മുത്തേ, ഹായ്, നല്ല ചൂട് പരിപ്പുവട. ഇന്നാ ഇത് മക്കളെല്ലാവരും കൂടി കഴിച്ചോ. ഞാനേ മുത്തിന് ഒന്നും ഉണ്ടാവൂല പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. ആ താടൊക്കെ കാണണ്ട. മുത്തശ്ശ, എനിക്ക് കഴിക്കാനേ മെയ്തീനും പാൽക്കുട്ടിയും കൊണ്ടുവന്നിരിക്കണോ? ഇന്നാ ഇതും കൂടി കഴിച്ചോ. അവര് കാണണ്ട. കണ്ടു കഴിഞ്ഞാലേ അത് മതി അടുത്ത പ്രശ്നത്തിന്. അതൊക്കെ ഞങ്ങളെല്ലാരും പാടെ ഇപ്പൊ തന്നെ അങ്ങട് ശരിയാക്കി തരാം. അല്ല പാൽക്കുട്ടിയെ, പിന്നല്ല വാ മുത്തേ. മക്കള് വേഗം കഴിച്ചോ. ഇവിടെ ഒന്നും ബാക്കി വെക്കരുത്. കണ്ടു കഴിഞ്ഞാലേ ആകെ പ്രശ്നാണ്.